അങ്ങനെ അന്ന് രാത്രി മോൻ പോയി ഡ്രസ്സ് തേക്കുന്ന ടേബിളിൻ്റെ പുറത്ത് ഒരു ഇതുപോലും വെക്കാതെ മോൻ അവിടെ തിരി കത്തിച്ച്, അവൻ്റെ മൈൻഡ് അന്നേരം അങ്ങനെയായിരുന്നു, തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവൻ പോയി കിടന്ന്. അപ്പം മോള് ചോദിച്ച് തിരി കിടത്തിയ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറയും ഇവൻ പോയി കിടന്നു. പക്ഷെ തിരി കിടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ തിരി കത്തി, ആ സ്റ്റാൻഡ് മൊത്തം കത്തി, അയൺ ബോക്സ് കത്തി. ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടേക്കണതിൻ്റെ മുകളിൽ അയൺ ബോക്സ് വെച്ചേക്കണം, അതിൻ്റെ നേരെ സ്വിച്ച് ബോർഡ്, അതിൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ക്യാബിനറ്റ് നിറച്ച് ഡ്രസ്സ് തൂക്കിയിട്ടേക്കണേന്ന്. അപ്പം മോൻ ഇത് കത്തിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കിടന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കിടന്നു. അങ്ങനെ 12 മണിയായിട്ടുണ്ട്. കൊച്ചൊരിക്കലും ആ സമയത്ത് എഴുന്നേക്കില്ല. കൊച്ചന്നേരം എഴുന്നേറ്റ് കരയണേന്ന്. അപ്പം ഇവർക്ക് 2 പേർക്കുമാണ് ഇതെങ്കിൽ ഇവർ എഴുന്നേക്കില്ല, അസ്വസ്ഥത കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. കൊച്ചിനെ എഴുന്നേൽപ്പിച്ചാലാ ഇവർ എഴുന്നേറ്റ് വരുള്ളൂ. മാതാവ് അവിടെ ശരിക്കും പ്രവർത്തിച്ച്. അങ്ങനെ കൊച്ചെഴുന്നേറ്റിട്ട് കൊച്ച് റൂമിൽ കിടക്കുന്നില്ല. മകൻ സുഖമില്ലെങ്കിൽ പോലും തോളത്തൊക്കെ ഇട്ടിട്ട് മകളെടുത്തിട്ട് സമ്മതിക്കുന്നില്ല. മകൻ തോളത്തിട്ടിട്ട് കൊച്ചിന് പുറത്തോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പം അപ്പുറത്തെ മുറിയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് ഇവർ ഡോറ് തുറന്നപ്പോൾ എന്തോ കത്തുന്ന മണം വന്ന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഡോറ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം മൊത്തം പുറത്ത് ഹാളിലൊക്കെ പുക നിറഞ്ഞ് നിൽക്കണേ, എന്തോ കത്തുന്ന മണവും. അങ്ങനെ തന്നെ മോന് ഓടി വന്നുകൊണ്ട് കൊച്ചിനെ മോളുടെ അടുത്തോട്ട് കൊടുത്ത് ഇവരെ റൂമിൽ കയറ്റി വാതിലടച്ച് കഴിഞ്ഞ് മറ്റേ മുറിച്ച് ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ അയൺ ബോക്സ് ആളി കത്തിക്കൊണ്ടിരിക്കുന്നേന്ന്. ഒരു ചൂട് മതി ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാബിനിലോട്ട് ഒന്ന് ഏൽക്കാൻ, അധികം ഗ്യാപ്പില്ല, ഒരു ശകലം വ്യത്യാസത്തിൽ ഈ ക്യാബിനറ്റ് ഇരിക്കണേ. അത് കത്തണമെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ആൾത്താരയിൽ നിന്ന് പറയാനുണ്ടായില്ല. മാതാവ് തന്ന അനുഗ്രഹമാണത്. കുഞ്ഞെഴുന്നേറ്റില്ല എങ്കിൽ അങ്ങനെ തന്നെ മോൻ ഓടിപ്പോയി അയൺ ബോക്സും ഈ ടേബിൾ സ്റ്റാൻഡും എല്ലാം വലിച്ച് പുറത്തിട്ട് വെള്ളം മൊത്തം മുറിയിൽ കോരി ഒഴിച്ച് കിടത്തി. ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്ന് രാവിലെ 5 മണിക്ക് മോളെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, മോളെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. കുഞ്ഞെഴുന്നേറ്റില്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? നമ്മളെല്ലാവരും ശവമായിട്ട് ഇവിടെ കിടക്കില്ലേ? ഇത് മാതാവ് അനുഗ്രഹിച്ച അനുഗ്രഹമാണ്. 1000 നന്ദി മാതാവിനോട് പറയും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ, മാതാവേ നീ തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി ഞാൻ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു.